ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. നൈ ചേതന 3.0. ഞാനൊരു സമൂഹത്തിന്റെ വളർച്ച കണക്കാക്കുന്നത് അന്നാട്ടിലെ സ്ത്രീകൾ കൈവരിച്ച സാമൂഹിക പുരോഗതിയുടെ അളവിന്മേലാണ് എന്നഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറാണ്. സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ പൂർത്തിയാകുമ്പോഴും ലിംഗപരമായ അനീതികൾ ഇന്നും നമ്മുടെ ചുറ്റും, നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നതാകട്ടെ മറയ്ക്കാനും മറക്കാനുമാകാത്ത ഒരു സത്യവും. ഒരു വ്യക്തിയുടെ ജെൻഡർ അയാൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്ക് പ്രേരകവസ്തുവായി മാറുന്നു എന്നത് എത്ര ദുഃഖകരമായ വസ്തുതയാണ്. പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഇന്ത്യയെപ്പോലൊരു ലോകശക്തി എത്രയും വേഗം പരിഹരിക്കേണ്ട ഒന്ന്. ഇത് കണക്കിലെടുത്താണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ നൈ ചേതന എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. തുടക്കം കുറിച്ച 2022 നവംബർ 25 മുതൽ ഒരു പ്രത്യേക ലിംഗത്തിൽപ്പെട്ടവരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ഇത്തരം ആക്രമണങ്ങളെ തടയാൻ സുദൃഢവും സത്വരവുമായ നടപടികളാണ് നൈ ചേതന ദൌത്യത്തിന് കീഴിൽ ഒരുക്കിവരുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഈ പദ്ധതി ഗ്രാമീണ വികസന മന്ത്രാലയത്തിന് കീഴിൽ ദീൻദയാൽ അന്ത്യോദയ യോജന ദേശീയ ഉപജീവന ദൌത്യത്തിന്റെ ഭാഗമായാണ് നടപ്പാക്കുന്നത്. രാജ്യത്തുടനീളമായി ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടിക്ക് കഴിഞ്ഞ മാസം 25-നാണ് തുടക്കം കുറിച്ചത്. ലിംഗാടിസ്ഥാനത്തിൽ നേരിടേണ്ടി വരുന്ന അതിക്രമങ്ങൾക്ക് നേരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നൈ ചേതനയുടെ 3ാം പതിപ്പിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് തുടക്കമിട്ടത്. नई चेतना मेरे लिए कोई कार्यक्रम नहीं है, मेरे लिए भी जीवन का मिशन है. क्योंकि बचपन से मैंने देखा अपने गांव में बेटा और बेटी के बीच भेद. अगर बेटा का जन्म हो तो खुशियां मनाई जाए, बधाई गाए जाए, ढोल बजाए जाए, और बेटी अगर पैदा हो जाए तो माँ का चेहरा भी उतर जाए जैसे बेटी नहीं हो कोई आफत आ गई हो. देखिए मित्रों, अगर महिला को हिंसा से पूरी तरह से मुक्त करना है तो महिला सशक्तिकरण, आर्थिक सशक्तिकरण, सामाजिक सशक्तिकरण, राजनीतिक सशक्तिकरण और शैक्षणिक सशक्तिकरण करना ही होगा. और प्रधानमंत्री श्रीमान नरेंद्र मोदी जी के नेतृत्व में ये काम एक अभियान के रूप में चल रहा है. मैं प्रधानमंत्री जी का हृदय से अभिनंदन करता हूं. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം മുതൽ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ജനതയുടെ ശക്തി നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജനങ്ങളെ ഒരേ ലക്ഷ്യത്തോടെ ഒരുമയോടെ അണിനിരത്തിയാൽ എത്ര വലിയ കോട്ടകളും തച്ചുടയ്ക്കാനുള്ള ശേഷി നമുക്ക് സ്വന്തമാകും എന്ന ഈ സത്യം മഹാത്മാഗാന്ധി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. നൈ ചേതന 3.0യും ഇതേ തന്ത്രത്തിൽ അടിസ്ഥിതമാണ്. ജന ആന്തോളൻ അഥവാ പൊതുജന മുന്നേറ്റത്തിലൂടെ എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും സുരക്ഷിതമായ ഒരു ജീവിത സാഹചര്യം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നു. സമൂഹത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു എന്ന് നാം കരുതുന്ന സ്ത്രീകൾക്ക് പോലും അവരുടെ പെൺമയുടെ പേരിൽ അതിക്രമങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്നത് ഒരു സത്യമാണ്. തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാനും അവസരങ്ങളുടെ അനന്തവിഹായസിലേക്ക് പറന്നുയരാനും പുരുഷന്മാരെ അപേക്ഷിച്ച് അവർ വലിയ പ്രതിബന്ധങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. സ്വപ്നം കാണുന്ന ജോലിക്കായി 1-2 വർഷങ്ങൾ നിക്ഷേപിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾ എന്നും നേരിടേണ്ടി വരുന്നത് വലിയ ഒരു പിടി ചോദ്യങ്ങളെയാണ്. വിവാഹമെന്ന 3 അക്ഷരങ്ങൾക്കുള്ളിലേക്ക് അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും തളച്ചിടാൻ
വലിയ ഉത്സാഹം കാണിക്കുന്ന നാം പക്ഷേ അവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതാന്തരീക്ഷം ഒരുക്കാൻ എത്ര കണ്ട് ശ്രദ്ധിക്കുന്നു എന്നത് ചിന്തിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥി ഗായത്രി ദേവി HS തരങ്കിണിയോട്. വീട്ടില് ഞാനും സഹോദരനും ഉണ്ട്. രണ്ടുപേരെയും ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഞാൻ റീഡിംഗ് റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയാണ്. ലൈബ്രറികളെല്ലാം എപ്പോഴും തുറന്നിരിക്കാറുണ്ട്. പക്ഷേ PGയിലും മറ്റും സമയം ഒരു പ്രശ്നമായതിനാല് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാറില്ല. പോയതിനു ശേഷം വഴിയിലൂടെ നടന്നു വരുന്ന സ്ത്രീകളെല്ലാം മോശക്കാരാണ് എന്നൊരു ചിന്തയാണ് പൊതുവേ നമ്മളുടെ ചുറ്റുമുള്ള ആളുകൾക്കുള്ളത്. ഞാൻ പഠിച്ചാലേ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഞാൻ പെൺകുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് വെട്ടമുള്ള നേരത്ത് മാത്രമേ പഠിക്കാൻ പറ്റിയിരുന്നുള്ളൂ. വെട്ടമില്ലാത്ത നേരത്ത് ആൺകുട്ടികൾക്കും കൂടി പഠിക്കാം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ മാർക്കിട്ട് തരണം, അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ മുൻഗണന തരണം എന്ന് പരീക്ഷാ അധികൃതരോട് എനിക്ക് പറയാൻ പറ്റില്ല. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഈ തുറിച്ചുനോട്ടങ്ങളാണ്. ചില സമയത്ത് ഈ തുറിച്ചുനോട്ടം എന്നുള്ളത് പരിധി കടന്ന് കമന്റടിയിലേക്ക് പോകും. ചിലപ്പോൾ അത് കുറച്ചും കൂടെ മോശപ്പെട്ട രീതികളിലേക്കും പോകാറുണ്ട്. പെപ്പർ സ്പ്രേ കയ്യിൽ കരുതാതെ നടക്കാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്നത് രാത്രികാലങ്ങളിലെ കാര്യം മാത്രമല്ല. ഈ ആണുങ്ങൾ എന്ന് ഞാൻ പറഞ്ഞതിന് പ്രായപരിധിയില്ല. ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് മുതിർന്ന ആളുകൾ വരെ ഇതുപോലുള്ള വൃത്തികെട്ട പ്രവൃത്തികളിൽ ഏർപ്പെടാറുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എവിടെ ഞങ്ങൾ സുരക്ഷിതരായിരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം? ഏത് കാലത്താണ് ഇതെല്ലാം മാറാൻ പോകുന്നത്? ഏതെങ്കിലും കാലത്ത് ഇതൊക്കെ മാറുമോ? മുൻപതിപ്പുകളിൽ കൈവരിച്ച നേട്ടങ്ങളിൽ കാലൂന്നിക്കൊണ്ട് വലിയ ലക്ഷ്യങ്ങൾ കീഴടക്കാനാണ് നയി ചേതനയുടെ ഈ 3ാം പതിപ്പിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ജെൻഡർ അടിസ്ഥാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടുന്ന തിന്മകൾക്കെതിരെ വിപുലമായ ബോധവൽക്കരണം സൃഷ്ടിക്കുക, സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിന്ന് തന്നെ ശക്തമായ പ്രതിരോധം സാധ്യമാക്കുക, വിവിധ മന്ത്രാലയങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ടു പോകുക എന്നത് ഇക്കുറി സർക്കാർ ഉദ്ദേശിക്കുന്നു. ഇന്ത്യൻ സിനിമയിൽ മികവിന്റെ പേരിൽ ഏറെ പ്രശംസയ്ക്ക് പാത്രമായിട്ടുള്ളതാണ് നമ്മുടെ മലയാള സിനിമ. കോടികളുടെ പണക്കിലുക്കത്തിലും വേൾഡ് വൈഡ് റിലീസുകളിലും ബോളിവുഡ്, ടോളിവുഡ് അടക്കമുള്ള വലിയ ഇൻഡസ്ട്രികൾ നിറഞ്ഞു നിൽക്കുമ്പോൾ കഥ പറച്ചിലിന്റെയും അഭിനേതാക്കളുടെ ലോകോത്തര പ്രകടനത്തിന്റെയും പേരിൽ അവരിലും ഉയർന്നു നിൽക്കുന്ന നമ്മുടെ മോളിവുഡ് അടുത്ത കാലത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നും ദേശീയ തലത്തിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. പക്ഷേ നമ്മുടെ മലയാള സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും സ്ത്രീകൾക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിക്കുന്നുണ്ട്? മലയാളത്തിലെ എത്ര വനിതാ സംവിധായകരെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്? വിദ്യാ ബാലനെ പോലെ, അനുഷ്ക ഷെട്ടിയെപ്പോലെ, നയൻതാരയെ പോലെ ഒരു ബാങ്കബിൾ അഭിനേത്രി എന്തുകൊണ്ടാണ് ഇനിയും മലയാളത്തിൽ ഉയർന്നു വരാത്തത്? അടിസ്ഥാനപരമായ മാറ്റങ്ങൾ സാധ്യമാക്കാനും ലിംഗവേർതിരിവ് ഇല്ലാത്ത ഒരു സമൂഹം സൃഷ്ടിക്കാനും നാം ഇനിയും ഏറെ ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു മലയാള ചലച്ചിത്ര സംവിധായകയും എഴുത്തുകാരിയും അഭിനേത്രിയുമായ മിനി IG. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് റാദർ ബിക്കംസ് എ വുമൻ എന്നത് സിമോൺ ദി ബുവാറിന്റെ പ്രധാനപ്പെട്ട വരികളാണ്. കാലങ്ങളായി സമൂഹം പിന്തുടർന്നു വരുന്ന രീതികൾ ഒരു വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഒട്ടും സഹായകരമല്ലാന്ന് വരുമ്പോൾ നല്ലൊരു മാറ്റത്തിനായി എല്ലാവരും ചേർന്ന് നിരന്തരം ചർച്ചകളും പ്രവൃത്തികളും നടത്തേണ്ടി വരും. ഞാൻ ആദ്യമായി സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ ഡിസിഷൻ മേക്കിംഗ് റോൾസ് സ്ത്രീകൾ ധാരാളമായി ഉണ്ടായിരുന്നില്ല. റെപ്രസെൻറ്റേഷൻ കുറവായ ഇടങ്ങളിൽ ഉള്ള ആക്രമണങ്ങളുടെ ഫലമായാണ് ഇവിടെ ഹേമ കമ്മിറ്റി രൂപം കൊള്ളുന്നത്. പക്ഷേ അതിൻ്റെ ഫലവത്തായ ഇടപെടൽ ഉണ്ടായിട്ട് മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ പങ്കാളിത്തം കുറവായിട്ടുള്ള ഇടങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കൂട്ടുക, അല്ലെങ്കിൽ ചൂഷണം, ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള നിയമനിർമ്മാണം ഉണ്ടാവുക, സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉണ്ടാവുക, എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉണ്ടാകുന്ന വേതനക്രമത്തിലുള്ള അനീതികൾ, ചൂഷണങ്ങൾക്കെതിരെ ഫലവത്തായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. സത്യം പറഞ്ഞ കുടുംബ എന്ന ബേസിക് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് മാറ്റങ്ങൾ അവിടെ നിന്നും തുടങ്ങണം. ഇപ്പോഴും ഇവിടെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വെവ്വേറെ സ്കൂളുകളാണ്. പരസ്പരം അകറ്റി നിർത്തുകയല്ല, സഹവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് വേണ്ടത്. ഒരു 5ാം ക്ലാസ് മുതലെങ്കിലും പാചകം, ഗൃഹപരിപാലനം, ലൈഫ് സ്കിൽസ് ഇവ സ്കൂളുകളിൽ നിർബന്ധിത വിഷയമാക്കണം. അപ്പോൾ നമുക്ക് കളക്റ്റീവായിട്ട് നമുക്ക് ഇതൊരു ടാബു അല്ല എന്ന് പുതിയ തലമുറയെ മനസ്സിലാക്കിക്കാൻ കഴിയും. നയി ചേതന 3.0 ജെൻഡർ ക്യാമ്പയിൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ സംഘടിപ്പിക്കുന്നത്. കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ B ശ്രീജിത്ത്
തരംഗിണിയോട്. കുടുംബശ്രീ നയിച്ചേതന എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ്. ലിംഗവിവേചനത്തിനെതിരെയും ലിംഗാധിഷ്ഠിതമായ അതിക്രമങ്ങൾക്കെതിരെയുമാണ് നമ്മൾ ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ദേശീയ തലത്തിൽ നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് പുറമെ വളരെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന തലത്തിൽ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. നമ്മൾ ഈ വർഷം വിവിധ ജില്ലകളിൽ ഓപ്പൺ ഫോറങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അത് വിവിധ ടാർഗറ്റ് ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടാണ്. കൂടാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വ്യത്യസ്തമായ പരിപാടികളാണ് നമ്മൾ ഈ വർഷം ചെയ്യുന്നത്. ഉദാഹരണത്തിന് വയനാട് ജില്ലയിൽ നമ്മൾ പ്രൈവറ്റ് ബസ്സിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നുണ്ട്. വിവേചനത്തിനും അതിക്രമങ്ങൾക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണ് അവർ ഇത് പിരിയുന്നത്. ഈ വർഷത്തെ നയിച്ചേതന അവസാനിക്കുന്നത് തന്നെ കേരളത്തിലെ എല്ലാ CDSലും ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചുകൊണ്ടാണ്. ജെൻഡർ കാർണിവലിൽ നടക്കുന്നത് ഈ ഒരു മാസക്കാലം നയിച്ചേതനയുടെ ഭാഗമായി ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റേഷൻ, ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പ്രദർശനം, അതിൻ്റെ പുറത്തുള്ള ചർച്ച, നയിച്ചേതനയുടെ ഒരു സോഷ്യൽ ഓഡിറ്റ്, ഇതോടൊപ്പം ഫുഡ് ഫെസ്റ്റിവൽ, ഇങ്ങനെ വളരെ ഒരു ആഘോഷപൂർവ്വം നടത്തുന്ന ഒരു പരിപാടിയായി ജെൻഡർ കാർണിവൽ മാറും. ഒരു ഭൂമികയിൽ അധിവസിക്കുന്ന ജനങ്ങൾക്കിടയിലും അവരുടെ ശീലങ്ങളിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ എഴുത്തിനും എഴുത്തുകാർക്കും കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീപക്ഷ എഴുത്തുകൾക്കും എഴുത്തുകാർക്കും പിന്തുണ നൽകാനും മലയാളി വായനക്കാർ അല്പം കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ്. പക്ഷേ എഴുതാൻ ആഗ്രഹിക്കുന്ന എത്ര സ്ത്രീകൾക്ക് അതിനുള്ള അവസരങ്ങൾ സ്വന്തം കുടുംബങ്ങളിൽ കിട്ടുന്നുണ്ട്? വീട്ടിലെയും ഓഫീസിലെയും ജോലികളെല്ലാം ഒതുക്കി ശേഷിക്കുന്ന സമയത്ത് മാത്രം എഴുതാൻ നിർബന്ധിതയാകുന്ന സ്ത്രീകളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. വീട്ടിനുള്ളിൽ തന്നെ എഴുതാനും വായിക്കാനുമായി അവർക്ക് ഒരു പെണ്ണിടം ഒരുക്കാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ? എന്തുകൊണ്ടാണ് എഴുത്തും വായനയും പുരുഷന് ഒരു സ്വാഭാവിക പ്രക്രിയയും പെണ്ണിന് ഒരു ആഡംബരവുമായി മാറ്റുന്നത്? എഴുത്തുകാരിയും തിരക്കഥാകൃത്തുമായ ഷബിത സംസാരിക്കുന്നു. ഒരു പുരുഷൻ ഒരു പേനയും പേപ്പറും വെച്ച് ഇരുന്ന് എഴുതുന്ന സമയത്ത് പുരുഷന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒന്നുമല്ല ഒരു സ്ത്രീ പേനയും പേപ്പറും വെച്ച് എഴുതാൻ കിട്ടുമ്പോൾ. സമൂഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാട്രിയാർക്കൽ നോംസ് ആണ് സ്ത്രീയെ സത്യത്തിൽ സമത്വത്തിലേക്ക് നയിക്കുന്നത്. മാധവിക്കുട്ടിയെ പക്ഷെ ആലോചിച്ച് നോക്കൂ. മാധവിക്കുട്ടി വളരെ ബോൾഡായിട്ട് ഇന്നത്തെ സ്ത്രീകൾക്ക് പോലും ഇല്ലാത്ത ധൈര്യം അന്ന് കാണിച്ചെഴുതിയത്. അതിന്റെ കാരണം അവിടെ ഉണ്ടായിരുന്ന മാധവിക്കുട്ടിയുടെ ഭർത്താവ് മാധവദാസിന് കൃത്യമായിട്ട് ഒരു കസേര കൊടുക്കാൻ, തന്റെ ഭാര്യയ്ക്ക് എഴുതാൻ ഇട്ട് കൊടുക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് വന്നു ചേരുന്ന കുറെ മുറയിൽ പിന്നെ അവരുടെ മെയിനിൽ ഇങ്ങനെ എഴുതുമോ എന്നുള്ള ചോദിച്ചുകൊണ്ട് ആദ്യം അടികിട്ട് വീട്ടുന്നതാണ്. പിന്നെയാണ് സമൂഹത്തിൽ നിന്ന് അടികിട്ടാറുള്ളത്. സമൂഹം പക്ഷെ ഏറെക്കുറെ അത് എൻജോയ് ചെയ്യും. കാരണം വിവേചനമുള്ള സമൂഹം. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത് ഗ്യാസിന്റെ മുകളിൽ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ഉപ്പേരി വെക്കുക, മറ്റേ ഭാഗത്ത് കുക്കറിൽ ചോറ് വെക്കുക, അതിനിപ്പുറത്ത് ഉപ്പേരി കറിക്കുള്ളത് അരിയുക. കിച്ചണിൽ മാത്രം പോരാ മൾട്ടി ടാസ്കിംഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നയിച്ചേതന പദ്ധതിയുടെ പ്രഥമ പതിപ്പ് മുതൽ തന്നെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ക്യാമ്പയിന് കഴിഞ്ഞിട്ടുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെ സഹകരണത്തോടെ ആദ്യവട്ടം 3.5 കോടിയിലേറെ പേരിലേക്കാണ് ഈ പദ്ധതി ഇറങ്ങിച്ചെന്നത്. 9 ലക്ഷത്തിലേറെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച രണ്ടാം പതിപ്പിലാകട്ടെ ഇത് 5.5 കോടിയായി ഉയരുകയും ചെയ്തു. റോബർട്ട് ഫ്രോസ്റ്റിന്റെ വരികൾ കടമെടുത്ത് പറയട്ടെ, ഉറങ്ങുന്നതിന് മുൻപ് നമുക്ക് നടന്നു തീർക്കാൻ ഇനിയും ദൂരമേറെ ബാക്കിയുണ്ട്. ലിംഗപരമായ പ്രത്യേകതകൾ ചങ്ങലക്കെട്ടുകളായി രൂപാന്തരം പ്രാപിക്കുന്ന ഇക്കാലത്ത് നിന്നും ഏവർക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുന്ന, ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു സമത്വ സുന്ദര ഭാരതത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. നയിച്ചേതന 3.0 അതിനുള്ള ഒരു അത്യുഗ്രൻ ചുവടുവയ്പായി മാറട്ടെ. ഏകോപനം മയൂഷ AM. തയ്യാറാക്കി അവതരിപ്പിച്ചത് കരോൾ ത്രേസ്യാമ അബ്രഹാം. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9:00.